എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തറവാട്ടിൽ നിന്ന് ഒരു 5-8 കിലോ നാട്ടുമാങ്ങ, ഫ്രഷ് നാട്ടുമാങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാം. ബാക്കി നമുക്ക് മാങ്ങയില്ലാത്ത സമയത്ത് നമുക്ക് എടുക്കാനായിട്ട് എങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്ന് നോക്കാം. നന്നായി കഴുകി അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് കഴുകി ഉണക്കിയെടുത്തതാണ്. ജലാംശമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഉണക്കമാങ്ങ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അരിയുന്നത്. ഇതേ സൈസിൽ അരിഞ്ഞെടുത്താൽ മതി. ഒരു 2 കിലോ മാങ്ങയോളം അരിഞ്ഞു. ഇനി അത് 1 കപ്പ് ഉപ്പ്, കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. രാത്രിയിലാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. രാവിലെ ആകുമ്പോഴേക്കും മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഉപ്പൊക്കെ പിടിച്ചിരിക്കും. രാവിലെ എടുത്ത് നമുക്ക് വെയിലത്തിടാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഉണക്കമാങ്ങ നമുക്ക് മാങ്ങയില്ലാത്ത സീസണിൽ അച്ചാറിടുന്നതിനും മാങ്ങ ചേർത്തുള്ള കറി ഉണ്ടാക്കുന്നതിനൊക്കെ നല്ലതാണ്. മൂടി ഇവിടെ വെക്കാം. രാവിലെയായി തുറന്ന് നോക്കാം. കണ്ടോ, മാങ്ങയിലെ വെള്ളമൊക്കെ ഇറങ്ങി ഉപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ മാറ്റി വെയിലത്തിടാൻ. വെയിൽ വരുന്ന സമയമാണ്. ബാക്കി ഇത്രയും വെള്ളമുണ്ട്, അത് സൂക്ഷിച്ച് വെച്ചിട്ട് ഇന്നൊരു ദിവസം വെയിൽ കൊണ്ട മാങ്ങ അതേ വെള്ളത്തിലേക്ക് തന്നെ, ബാക്കി എടുത്ത് വെച്ചിരുന്ന വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. മുഴുവൻ ഉപ്പും മാങ്ങയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മിക്സ് ചെയ്ത് വെക്കാം. ഇതോടെ മൂടി വെക്കാം. രാവിലെ വെയിലത്തിടാം. അയലയും മാങ്ങയും കറി വെക്കുന്നുണ്ട്. ഒരു 2 മാങ്ങയും, നല്ല പുളിയുള്ള മാങ്ങയാണ്. 1 കിലോ അയല 2 മാങ്ങയും ചേർത്ത് കറി വെച്ചു. അയലയും മാങ്ങയും കറിയും റെഡി ആയിട്ടുണ്ട്. രാവിലെയായി. 2ാമത്തെ ദിവസവും വെയിലത്തിട്ടു. നല്ല വെയിലുള്ള സമയമാണ്. വെയിൽ കൊണ്ട് ഉണങ്ങി വരട്ടെ. കുറച്ച് മാങ്ങ ഉപ്പിലിടാനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ബോട്ടിലും കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. മാങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞെടുത്താണ്. ബോട്ടിൽ നമുക്ക് കടുകെണ്ണ ഉപയോഗിച്ച് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. പൂപ്പലൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 1 കപ്പ് ഉപ്പും ചേർക്കുന്നുണ്ട്. കല്ലുപ്പ് തന്നെയാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി മാങ്ങയിൽ 1 തുള്ളി എണ്ണ, നല്ലെണ്ണ എല്ലാ മാങ്ങയിലും ഒന്ന് പുരട്ടി കൊടുക്കാം. പൂപ്പലൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കടുകെണ്ണ ഭരണിയിലും ചേർത്തു, മാങ്ങയിൽ നല്ലെണ്ണയും ചേർത്തു. അതിൻ്റെ ഞെട്ടൊന്ന് കളഞ്ഞ് ആ ചൊനയോടുകൂടി തന്നെ ബോട്ടിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം നല്ലപോലെ ഉപ്പും തിളപ്പിച്ചാറിയ വെള്ളം, രാവിലെ തിളപ്പിച്ച് വെച്ചതാണ്, നന്നായി ആറിയിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. നമക്ക ഒഴിച്ചു കൊടുക്കണം. മാങ്ങ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒട്ടും ജലാംശമൊന്നും പാടില്ല. നന്നായി ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. മീതെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ അമ്മ പാടത്ത് പണിക്കാരൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ വലിയ ഭരണികളിൽ ഉപ്പും മാങ്ങയും മാങ്ങയൊക്കെ ഇട്ട് വെച്ച് പാടത്ത് പണിയുള്ള സമയത്ത് എടുക്കാറുണ്ട്. ഈ കഴുകി ഉണങ്ങിയ ഉലുവ കുറച്ച് ഒരു കിഴി കെട്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഉലുവയുടെ ടേസ്റ്റും കൂടെ കിട്ടും. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ. നമ്മൾ ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങയില്ലാത്ത സമയത്ത് എടുക്കാം. ഈ ഉപ്പുമാങ്ങ 3 മാസം കഴിഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ. അതിനുശേഷം അരച്ച് ഇലക്കി ഉണ്ടാക്കാനും ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റാണ്. മാങ്ങ ചേർത്തുള്ള കറി ഉണ്ടാക്കുന്നതിനൊക്കെ നല്ലതാണ്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു തുണി വെച്ച്, കോട്ടൺ തുണി വെച്ച് മൂടിക്കെട്ടാം. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും. ഒരു 2 കിലോ മാങ്ങയോളം അരിഞ്ഞു. ചെത്തുമാങ്ങ അച്ചാറായിട്ടിട്ടുണ്ട്. അത് നമുക്ക് കഴുകി ഉണങ്ങിയ ബോട്ടിലേക്ക് മാറ്റാം. വിഷുവിനുള്ള അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഈ മാങ്ങാണ്ടി കളയാനല്ല കേട്ടോ, ഇതെല്ലാം ഉണക്കി അതിൻ്റെ പരിപ്പെടുത്ത് കട്ടും കറയൊക്കെ കളഞ്ഞ് മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഉണക്കി വെക്കാം.
ഉണക്കമാങ്ങ 5 ദിവസം വെയിൽ കൊണ്ട് നന്നായി ഉണങ്ങി നല്ലൊരു സൗണ്ട് കണ്ടോ, ഒടിച്ചൊടിയണ പാകമായി. ഈ പരുവമാകുമ്പോൾ നമുക്കൊരു കവറിലേക്കാക്കി സൂക്ഷിച്ചു വെച്ചാൽ 1 വർഷം വരെ ഇരിക്കും. നമുക്ക് കറി ഉണ്ടാക്കുന്നതിനും അച്ചാറുണ്ടാക്കുന്നതിനൊക്കെ ഈ ഉണക്കമാങ്ങ ഉപയോഗിക്കാം. പണ്ടെല്ലാവരും ഇതുപോലെയാണ് മാങ്ങയുള്ള സീസണിലെല്ലാം ഉണക്കി വെക്കുമായിരുന്നു. മാങ്ങയുടെ സീസൺ കഴിഞ്ഞാൽ പിന്നെ മാങ്ങ കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയെല്ലാം ഉണക്കി വെച്ചാണ് അവർ ഉപയോഗിച്ചിരുന്നത്. നിങ്ങളും ഇതുപോലെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ സൂക്ഷിച്ചു വയ്ക്കുക. മാങ്ങയില്ലാത്ത സീസണിലേക്ക് ഉണക്കി സൂക്ഷിക്കാം, ഉപ്പിലിട്ട് സൂക്ഷിക്കാം. മാങ്ങ കിച്ചടിയും മാങ്ങ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ.